ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും അകപ്പെട്ട കോഴിക്കോട്ടുകാരനുള്ള അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേവിയാണ്. നേവിയുടെ നേതൃത്വത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് തമ്മിലടിക്കുന്ന ചാനലുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യംഗ്യത്തിൽ തമ്മിലടിക്കുന്നത്, അതായത് പ്രത്യക്ഷത്തിലല്ല, വ്യംഗ്യത്തിൽ പല ന്യൂസിനും ഇടയ്ക്കും പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്കും മോർണിംഗ് ന്യൂസിലായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരെയും കുറ്റപ്പെടുത്തുന്ന വാർത്താ അവതാരകരെയും ചാനലുകളെ നമുക്ക് കാണാൻ കഴിയും. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ചിട്ട് വിനു വി ജോൺ പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹത്തെ വിളിച്ചിരുത്തി ചർച്ചയുടെ ഭാഗമാക്കിയത് തെറ്റായി പോയി. നമ്മുടെ മലയാളികൾ പല രീതിയിലും പറ്റിക്കപ്പെടുന്ന ആൾക്കാരാണ്. വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടാലും വീണ്ടും മലയാളി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇതാണ് നമുക്ക്. അതുപോലെ ആയിപ്പോയി രഞ്ജിത്തിനെ വിളിച്ചിരുത്തി ചർച്ചയ്ക്ക് ഇരുത്തിയത് എന്ന് വിനു പറയുന്നുണ്ട്. അതെനിക്ക് ശരിയായൊരു ഇടപാടായി തോന്നിയില്ല. അതുപോലെ തന്നെ പലരും റിപ്പോർട്ടർ ചാനലിൽ അരുണിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടു. അവിടെയുള്ള ഷിരൂരിലുള്ള ഇടപെടലുകൾ പലതും പരിധി വിട്ടുപോയി, അതിര് വിട്ടുപോയി. ഇങ്ങനെ ഇടപെടേണ്ടതില്ലായിരുന്നു. അവിടുത്തെ SP കുറ്റപ്പെടുത്തി, അവിടുത്തെ അധികാരികളെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അതിനെ വിമർശിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കതൊന്നും ശരിയായിട്ട് തോന്നിയില്ല. കാരണം ഈ പറഞ്ഞതൊന്നും ശരിയായിട്ടൊരു വസ്തുതയായിട്ട് തോന്നിയില്ല. നമ്മൾ കഴിഞ്ഞ 11 ദിവസമായിട്ട് ഓരോ ചാനലുകളും മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ലൈവ് അവിടുന്ന് നടക്കുന്ന ലൈവ്, ഓരോരുത്തരുടെ ലൈവും തത്സമയം നമ്മൾ മാറി മാറി ചാനലുകൾ മാറ്റി വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ടൊരു ചാനൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല എല്ലാവരും എല്ലാ ചാനലും, ഒരുവിധം ഭൂരിഭാഗം എല്ലാ ചാനലുകളും തന്നെ കയറി നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഈ കാര്യത്തിലുള്ള ഇടപെടലുകൾ വളരെ ശരിയായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. കാരണം എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെന്നില്ല. ഞാൻ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അത് വളരെ ശരിയായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ സംഭവം നടന്ന 3ാമത്തെ ദിവസമാണ് പുറം ലോകം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയുന്നത്. അവിടെ പ്രാദേശികമായി കുറച്ച് ആളുകൾ അറിഞ്ഞു എന്നതൊഴിച്ചാൽ ബാക്കി ആരും തന്നെ ഇങ്ങനെ വലിയൊരു പ്രശ്നമാണ് അവിടെ നടന്നത്, വലിയൊരു ഭൂകമ്പം പോലെ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഈ 10-15 ആളുകൾ ഈ മണ്ണിനടിയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഴുകി പോയിട്ടുണ്ട്, 3-4 വാഹനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ സംഭവം നടന്ന 3ാമത്തെ ദിവസമാണ്. അതിന് പ്രധാന കാരണമായിട്ടുള്ളത് മലയാളം ചാനലുകൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. 3ാമത്തെ ദിവസം ലൈവ് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടുത്തെ റോഡുകൾ ക്ലിയർ ചെയ്യുന്ന 2 JCB 2 ലോറികളുമാണ്. അതായത് റോഡിൽ വീണ മണ്ണ് മാറ്റിയിട്ട് ഗതാഗത തടസ്സം മാറ്റുക എന്നുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ഈ മണ്ണിനടിയിൽ എത്ര പേര് അകപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്, എത്ര പേര് ജീവനോടെ ഉണ്ട്, അവരെ രക്ഷിക്കണം എന്നുള്ളൊരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അല്ല അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഗതാഗത തടസ്സം മാറ്റി അവർക്ക് കൈ കഴുകണം എന്നുള്ള രീതിയിലൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിലൊരു മാറ്റം വന്നത് ഇങ്ങനെ മലയാളിയായിട്ടുള്ള ഞങ്ങളുടെ ഒരു അർജുൻ ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയത് നമ്മുടെ മലയാളം മാധ്യമങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് റിപ്പോർട്ടറാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിലും പ്രധാനം അരുൺകുമാറിന്റെ ഇടപെടലാണ്. അരുൺകുമാർ അവിടെ ചെന്നതിന് ശേഷം പല അധികാരികളും അവരെവിടെ ഇവരെവിടെ, എന്തുകൊണ്ട് MLA വന്നില്ല, എന്തുകൊണ്ട് MP വന്നില്ല, എന്തുകൊണ്ട് കലക്ടർ വന്നില്ല, എന്തുകൊണ്ട് SP വന്നില്ല എന്ന് നിരന്തരമായി ചോദിച്ച് ആ ചോദ്യങ്ങളിൽ സഹികെട്ടിട്ടാണ് പല ആളുകളും ആ സ്ഥലം സന്ദർശിക്കാനും അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാനും ശ്രമിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. SP എവിടെ എന്ന് ചോദിച്ചതാണ് പലരെയും പ്രകോപിപ്പിച്ചതും. SP ഇദ്ദേഹത്തെ കണ്ടാൽ അടിക്കാൻ നിൽക്കുകയാണ്. SP കുറിച്ചിട്ടും കർണാടകത്തെ കുറിച്ചിട്ടും ഇദ്ദേഹം വളരെ മോശമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരൊക്കെ ദേഷ്യത്തിലാണ് ഇദ്ദേഹത്തോട് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്ത് പിന്നീട് അതൊക്കെ തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. അതായത് നമ്മൾ കണ്ട് ശീലിച്ചത്, നമ്മുടെ കേരളത്തിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടിമുടി ദുരന്തം മുതൽ അവസാനം ഈ ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യം വരെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ട് ശീലിച്ചത് എന്താണ്? ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ അധികാരികളും അവിടെ ഉണ്ടാവും, ആ സംഭവ സ്ഥലത്ത് ഉണ്ടാവും. എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിക്കുന്നത് വരെ ആ സ്പോട്ടിൽ എല്ലാവരും ഉണ്ടാവും. MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും SP ആയാലും കലക്ടർ ആയാലും എല്ലാവരും തന്നെ ആ പരിസരത്ത് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും.
അപ്പം നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ദുരന്തം നടന്ന സ്ഥലത്ത് വേണ്ടപ്പെട്ട ഒരു അധികാരികളും ഇല്ല എന്ന് കാണുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും കഴിയില്ല. അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പിണങ്ങുമെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിലെ അധികാരികൾ പിണങ്ങുമെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ അവിടുത്തെ SP ഇദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുമെന്ന് വെച്ചിട്ടോ, ഇദ്ദേഹത്തോട് ദേഷ്യം വരുമെന്ന് വിചാരിച്ചിട്ടോ ചോദിക്കാതിരിക്കേണ്ട ചോദ്യമല്ല. അത് മറ്റു മാധ്യമ പ്രവർത്തകർ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തോട് ദേഷ്യം വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പുറകെ നടന്നിട്ട് 9 മണിക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞ നിങ്ങളുടെ SP എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല, എവിടെ SP എന്ന് ചോദിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അത് വരുത്തി തീർത്തത് ആരാണ്? ഈ അധികാരികൾ തന്നെയാണ്. അപ്പൊ അത് അദ്ദേഹം ചോദിച്ചത് വലിയൊരു അപരാധമായിട്ടാണ് പല ആളുകളും ഇപ്പോൾ ചാനലുകൾ തന്നെ, ആളുകളല്ല ചാനലുകൾ തന്നെ പരസ്പരം പറയുന്നത്. അത് വലിയൊരു അപരാധമായി, അനാവശ്യ കൈകടത്തലുകളായി, അനാവശ്യമായിട്ടുണ്ടായ കൈകടത്തലുകൾ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയും ഊർജിതമാക്കാൻ സഹായിച്ചത് എന്നാണ് നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയത്. കണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള മലയാളികൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. അരുൺകുമാറിന്റെ സംഘത്തിന്റെയും ഇങ്ങനെയുള്ള ഇടപെടലുകൾ തന്നെയാണ് രക്ഷാപ്രവർത്തനം ഇത്രയധികം ഊർജിതമാക്കാൻ സഹായിച്ചത്. നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്തു, എന്താണ് ചെയ്യുന്നത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഇപ്പൊ അവസാനം നമ്മുടെ നേവിയിൽ വരെ എത്തി നിൽക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യൻ യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയുമില്ലാതെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായത്. അവിടെ ആദ്യഘട്ടങ്ങളിൽ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമോ ഏകോപനമോ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ചെന്നതിന് ശേഷമാണ് ഒരു ടീമായിട്ട് ഒരു ഏകോപനം ഉണ്ടായിട്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ചില പാളിച്ചകൾ എല്ലാവർക്കും സംഭവിക്കാം. അദ്ദേഹത്തിന് ചില അനുമാനങ്ങൾ തെറ്റി എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. റഡാറൊക്കെ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് ആ റഡാറിന് വരെ തെറ്റ് സംഭവിച്ചാണ്. റഡാർ പരിശോധിച്ചിട്ട് പറഞ്ഞതാണ് അവിടെ ലോഹവസ്തുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മണ്ണ് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ യന്ത്ര സംവിധാനങ്ങൾക്ക് വരെ തെറ്റ് പറ്റുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംഭവിക്കാം തെറ്റ്. ആരുടെയൊക്കെയോ ചില ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. അതായത് ലോറി സ്റ്റാർട്ടായിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഓൺ ആണ്, റിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി ചിന്തിച്ചത് ഈ ലോറി കരയിൽ തന്നെ കാണും എന്ന് തന്നെയാണ്. അപ്പോൾ കർണാടക പോലീസും അവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറഞ്ഞത് ഈ മറ്റു ലോറികൾ പോയ കൂട്ടത്തിൽ, ടാങ്കർ ലോറികളൊക്കെ ഒലിച്ചു പോയ കൂട്ടത്തിൽ അർജുന്റെ ട്രക്കും ഒലിച്ചു പോയിട്ടുണ്ടാവാം, ഇത് പുഴയിൽ കാണുമെന്ന് അവർ പറഞ്ഞപ്പോൾ ഇവരത് അംഗീകരിച്ചു കൊടുക്കാതിരുന്നതിന്റെ പ്രധാന കാരണം ഈ ഊഹാപോഹങ്ങളാണ്. അവിടെയാണ് തെറ്റുപറ്റിയത്. ഈ ഊഹാപോഹങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇവരത് ചെയ്തില്ല. ഈ ഊഹാപോഹങ്ങൾ വിശ്വസിച്ചിട്ട് ഇവർ കരയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് രഞ്ജിത്ത് ഇസ്രായേലിന്റെ സംഘത്തിനും സംഭവിച്ച പിഴവ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുവരെ ഈ 4 ദിവസവും കരയിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്യുന്നത് വരെ ഈ രഞ്ജിത്ത് ഇസ്രായേലും സംഘവും അരുൺകുമാറും ഒക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളുകളായിരുന്നു. എല്ലാ ചാനലുകളും വാഴ്ത്തിപ്പാടുകയായിരുന്നു. അത് കഴിഞ്ഞ കരയിലില്ല എന്ന് മനസ്സിലായ ശേഷമാണ് ഈ രഞ്ജിത്തിനെ ഇത്രയധികം ആളുകൾ തള്ളി പറയുന്നത്. ചാനലുകൾ വരെ തള്ളി പറയുന്ന രീതി, അരുൺകുമാർ വിമർശനത്തിന് വിധേയമാകുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. മനുഷ്യനാണ് തെറ്റുപറ്റാം. അതുവരെ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ചില ആളുകൾ പറയുന്നത് ഇദ്ദേഹം പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട്, മാധ്യമ ശ്രദ്ധയ്ക്കും ജനശ്രദ്ധയ്ക്കും വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് ഇങ്ങനെ ആള് കളിച്ചത് എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ മുമ്പ് തന്നെ അറിയാം. ഉത്തരാഖണ്ഡിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇദ്ദേഹം. അന്ന് തന്നെ ഇദ്ദേഹത്തെ മീഡിയാസ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പുതുമുഖമല്ല നമുക്കിടയിൽ. നമുക്ക് ഇദ്ദേഹത്തെ അറിയാം. ഇങ്ങനെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ആരും തയ്യാറാകാതെ വന്നപ്പോൾ ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വന്നതും ആ ഒരു ഘട്ടത്തിലാണ്. അതാരും പറയുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നേതൃത്വവും ഇടപെടലും ഒക്കെ കാരണമാണ് അവർക്കൊരു ടീമായി മാറേണ്ടി വന്നതും അവരുടേതായ രീതിയിൽ ഒരു ഏകോപനം ഉണ്ടായതും അന്വേഷണം ശക്തി പ്രാപിച്ചതും എന്ന് തനിച്ച് പറയാൻ കഴിയും. അല്ലെങ്കിൽ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രം നടത്തിയിട്ട് ബാക്കി ജീവനുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അന്വേഷിക്കാതെ അവരവരെ പാട്ടിൽ പോയേനെ. ഇത്രയും ലോക ശ്രദ്ധ ആകർഷിക്കാൻ മാത്രം കാരണക്കാരായിട്ടുള്ള ആളുകളെ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ഇങ്ങനെ വിമർശിക്കുന്നതിനും തള്ളി പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത്രമാത്രം വിമർശിക്കപ്പെടേണ്ട ഒരാളാണ് അരുൺകുമാർ എന്നോ റിപ്പോർട്ടർ ചാനലെന്നോ തോന്നുന്നില്ല. കാരണം പല കാര്യങ്ങളിലും അരുൺകുമാറിനോട് എതിർപ്പുണ്ടാവാം. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും എല്ലാ ആളുകളോടും യോജിക്കാൻ കഴിയില്ല. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം.
അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പല രീതിയിലും ശക്തമായിട്ട് അവിടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ട് തന്നെയാണ് ഇത്ര ശക്തമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നെ പോലെ ചിന്തിക്കുന്ന കുറേ അധികം ആളുകളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ നാളെ ഇതുപോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ തെറ്റാണെന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചോദ്യം ചെയ്യാനും ഉള്ള ധൈര്യമുള്ള ഒരാൾക്ക് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ.